പലർക്കുള്ള ഡൗട്ടായിരിക്കും നമ്മൾ പ്രോട്ടീൻ പൗഡർ വാങ്ങുമ്പോഴത്തേക്കും ഏത് ഫ്ലേവർ വാങ്ങണം, അല്ലെങ്കിൽ ഈ ഫ്ലേവർ വാങ്ങിച്ച് കഴിഞ്ഞാൽ പെട്ടുപോവോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും നമ്മൾ. അപ്പോൾ എനിക്ക് ഓണിൻ്റെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചതിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനില ഐസ്ക്രീം എന്ന് പറഞ്ഞ ഫ്ലേവറായിരുന്നു. പക്ഷേ അതിൻ്റെ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ വിട്ട് നമ്മളത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു മടുപ്പ് തോന്നും. ലൈക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചതല്ലേ, നമുക്കത് വാങ്ങി കുടിച്ച് തീർത്താലല്ലേ പറ്റുള്ളൂ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ രണ്ടാമത് വാങ്ങിയത് ഡബിൾ റിച്ച് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മടുപ്പുണ്ടാകത്തില്ല. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ്. അതും പറഞ്ഞ് നമുക്ക് ആ ഡയറി മിൽക്ക് ലെവലിൽ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ്. മടുക്കില്ല. നമുക്ക് ഡെയിലി ഒരേ സ്കൂപ്പ് വെച്ച് കഴിക്കണൊക്കെ ആണെങ്കിൽ 2 സ്കൂപ്പ് വെച്ച് കഴിക്കാനൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ വാനില ഐസ്ക്രീം ഫസ്റ്റ് ടൈം വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ഒരു മടുക്കാനുള്ളൊരു ടൈപ്പ് ടേസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാനില ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് മടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടുതലും ഡബിൾ റിച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എടുക്കണമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസോ മാംഗോ എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനത് വൺസ് ആ ഒരു പ്രോഡക്റ്റ് വന്നതിന് ശേഷം ഞാനത് കഴിച്ചിട്ട് അതിൻ്റേതായൊരു ഇത് ഞാൻ പറയാം.